PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LPSA മാരത്തോണിലെ മലയാളമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മലയാളം പാർട്ടാണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും LPSA പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മോഡൽ എക്സാമുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് പകുതി റേറ്റിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിനെ കുറിച്ചോ മോഡൽ എക്സാമിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജായിട്ട് ചെയ്താൽ മതി. ഇവിടെ സ്ക്രീനിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ ഹായ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് LPSA മാരത്തോണിൽ നമ്മൾ ഇന്നെടുത്തേക്കുന്നത് മലയാളമാണ്. മലയാളത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് പോകാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമർ പോർഷൻസ് മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളതും പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളതും മാത്രമാണ് നമ്മളോട് എടുത്തിട്ടുള്ളൂ കേട്ടോ. എല്ലാം എടുത്ത് നമുക്ക് പഠിക്കാനുള്ള സമയമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പാകത്തിനാണ് നമ്മൾ എല്ലാ സബ്ജക്റ്റും എടുത്തെടുത്ത് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ ഏറെക്കുറെ നമ്മൾ എടുത്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ LPSA മാരത്തോണിൽ നമുക്ക് മലയാളത്തിലെ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പോഴും പ്രീവിയസ് ഇയർ ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ സന്ധികളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സന്ധി എന്നാൽ എന്നാ? ചേർച്ച എന്നർത്ഥം. സന്ധി എന്നാൽ ചേർച്ച എന്നാണ് അർത്ഥം. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് സന്ധിയുടെ അടിസ്ഥാനം. എന്താണ് സന്ധിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ? വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് സന്ധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഉച്ചാരണ സൗകര്യമാണ് പ്രാധാന്യം. ഉച്ചാരണ സൗകര്യത്തിനാണ് സന്ധിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. താഴെ കൊടുത്തതിൽ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. കേട്ട് പ്ലസ് അറിഞ്ഞു, കേട്ടറിഞ്ഞു. വാഴ പ്ലസ് ഇല, വാഴയില. കണ്ടു പ്ലസ് ഇല്ല, കണ്ടില്ല. നെൽ പ്ലസ് മണി, നെന്മണി. കാറ്റ് പ്ലസ് അടിച്ചു, കാറ്റടിച്ചു. അപ്പോൾ എനിക്ക് എങ്ങനെ ചെയ്യാം? പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. ആഗമസന്ധി, ആദേശസന്ധി, ലോഭസന്ധി, ദ്വിത്വസന്ധി എന്നിങ്ങനെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന സന്ധിയാണ് ആഗമന സന്ധി എന്ന് പറയുന്നത്. ഏതാണ്? ആഗമന സന്ധിയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ആഗമനം എന്ന് പറഞ്ഞാൽ എന്താണ്? വരിക എന്നൊരു ആഗമിച്ചു, രാജാവ് ആഗമിച്ചു. ആഗമനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വരിക എന്നൊരു മീനിങ് ആണല്ലേ ആഗമനത്തിനുള്ളത്. അപ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുന്നത് എന്താണ് ആഗമന സന്ധി? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമത് ഒരു വർണ്ണം വന്നു ചേരുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആഗമന സന്ധി എന്ന് വിളിക്കുന്നത്. ആ വാക്കിൽ തന്നെയുണ്ട് ആഗമിക്കുക, വരിക എന്നൊരു മീനിങ്. അപ്പോൾ രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുകയാണെങ്കിൽ അതിനെയാണ് ആഗമന സന്ധി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഞാൻ മൊത്തം എടുക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു പരീക്ഷാ ഫോമിൽ ഉത്തരം എഴുതാം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കേട്ടോ. അല്ലാണ്ട് ഈ ഗ്രാമറിൻ്റെയൊക്കെ ഭയങ്കര വലിയ തലങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഏറ്റവും സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇത് ആഗമന സന്ധിയാണ്, എങ്ങനെ അതിന് ആൻസർ ചെയ്യുക എന്ന് മാത്രമേ ഈ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാ ഗ്രാമർ പോർഷനും അങ്ങനെ തന്നെയായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതല്ലാതെ ഇതിൻ്റെ എന്താണ് ഒരുപാട് ചുഴിഞ്ഞുഴിഞ്ഞ് നോക്കാൻ പോയിട്ട് ഒരുപാട് പോയിൻറ്റ്സ് ഇതിനകത്ത് പറയാനുണ്ടാവും. അപ്പോൾ ആഗമന സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുകയാണെങ്കിലാണ് അതിനെ ആഗമന സന്ധി എന്ന് വിളിക്കുന്നത്. അതായത് പിരിച്ചെഴുതുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്ലസ്സിന് ശേഷം സ്വരാക്ഷരം വരികയോ ചേർത്തെഴുതുമ്പോൾ ആ സ്വരാക്ഷരത്തിൻ്റെ സ്ഥാനത്ത് യാ എന്നോ വാ എന്നോ വരികയോ ചെയ്താൽ അതിനെ ആഗമന സന്ധി എന്ന് വിളിക്കാം. അപ്പോൾ പിരിച്ചെഴുതുമ്പോൾ പ്ലസ്സിന് ശേഷം സ്വരാക്ഷരം വരികയോ ചേർത്തെഴുതുമ്പോൾ ആ സ്വരാക്ഷരത്തിൻ്റെ സ്ഥാനത്ത് യാ എന്നോ വാ എന്നോ വരികയോ ചെയ്താൽ അത് എന്ത് സന്ധിയാണ്? അത് ആഗമന സന്ധിയിൽ പെടുന്നതാണ്. ഇനി എങ്ങനെ നമുക്ക് ഒന്ന് പിരിച്ചെഴുതാം? നമുക്ക് ആഗമന സന്ധി എന്താണെന്ന് നോക്കാം. അപ്പോൾ ആഗമന സന്ധി, ആദേശസന്ധി, ലോഭസന്ധി, ദ്വിതിസന്ധി, അങ്ങനെ 4 സന്ധികളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഫസ്റ്റ് വന്നാണ് ആഗമന സന്ധി എന്ന് പറയുന്നത്. ആഗമന സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുകയാണ്. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിരുന്നത്? ആഗമന സന്ധി എന്ന് വിളിച്ചിരുന്നത് അല്ലേ. അപ്പം അങ്ങനെയാണ് ഒരു ആഗമന സന്ധിക്ക് കുറച്ച് എക്സാമ്പിൾ സഹിതം നമുക്കൊന്ന് വിവരിച്ചാലോ? ആഗമന സന്ധിയിൽ തിരുവോണം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? തിരുവോണം നിങ്ങളൊന്ന് ഒരു ബുക്കും പേപ്പറും എടുത്ത് പിരിച്ചെഴുതി നോക്കിക്കേ. എങ്ങനെയാണ് തിരുവോണം പിരിച്ചെഴുതുന്നത്? എല്ലാവരും ഒരു ബുക്കും പേപ്പറും എടുത്തേ, എന്നിട്ടത് പിരിച്ചെഴുതിക്കേ. തിരുവോണം എങ്ങനെ പിരിച്ചെഴുതാം നമുക്ക്? തിരു പ്ലസ് ഓണമാണ് എന്ത് വിളിക്കുന്നത്? തിരുവോണം. എല്ലാവരും എഴുതിക്കേ. തിരു പ്ലസ് ഓണത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? തിരുവോണം എന്ന് വിളിക്കുന്നത്. തിരു പ്ലസ് ഓണമാണ് തിരുവോണം. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ, അതായത് രണ്ട് വർണ്ണങ്ങളാണ്. തിരു എന്നൊരു വർണ്ണവും അതുപോലെ തന്നെ ഓണം എന്ന് പറയുന്ന മറ്റൊരു വർണ്ണവും ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുകയാണ്. അപ്പോൾ ഈ രണ്ട് വർണ്ണങ്ങൾ ചേർത്ത് നമുക്ക് അതിന് എങ്ങനെ എഴുതാം? തിരുവോണം എന്ന് എഴുതാം. അപ്പോൾ തിരു പ്ലസ് ഓണത്തെ നമ്മൾ
എന്ത് ചെയ്തു, കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്, തിരുവോണം എന്ന് വരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, വ ആഗമിക്കുകയാണ് ചെയ്തത്. അപ്പം തിരു പ്ലസ് ഓണത്തെ നമ്മൾ കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ എന്താണ്, രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേർന്ന് എഴുതുമ്പോൾ മൂന്നാമതൊരു വർണ്ണം, നോക്കിക്കേ, മൂന്നാമതായിട്ടുള്ള വ എന്ന് പറയുന്ന ഒരു വർണ്ണം വന്നു ചേരുകയാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആഗമന സന്ധി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അണിയറ എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതാം? അണിയറ എന്ന വാക്ക്, അണി പ്ലസ് അറയാണ് അണിയറ. എന്താണ്, അണി പ്ലസ് അറയാണ് അണിയറ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അണിയറയെ എങ്ങനെ പിരിച്ചെഴുതാം? അണി പ്ലസ് അറ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അണിയറ എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെ നമുക്ക് കൂട്ടിച്ചേർത്ത് എഴുതാം? അണിയറ എന്ന് വരൂ അല്ലേ. അപ്പോൾ അണി പ്ലസ് അറയെ നമുക്ക് കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ അണിയറ എന്ന് വരും. അപ്പോൾ ഇവിടെ ഇതാണ് ഒരു വർണ്ണം, ഇതാണ് അറ എന്ന് പറയുന്ന മറ്റൊരു വർണ്ണം. ഇത് രണ്ടും കൂടി ചേർത്തപ്പോൾ എന്താണ്, മൂന്നാമതൊരു വർണ്ണം, യ എന്ന് പറയുന്ന മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുകയാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇങ്ങനെ തന്നൊരു അണിയറ എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള വർണ്ണമാണ്, എന്ത് വർണ്ണത്തിന് ഉദാഹരണമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ആ തന്നിരിക്കുന്ന വാക്കൊന്ന് പിരിച്ചെഴുതണം ആദ്യം, കേട്ടോ. അപ്പോൾ ചോദിക്കുകയാണ്, തലയോട് താഴെ പറയുന്നവയിൽ ഏത് വർണ്ണത്തിന് ഉദാഹരണമാണ്? ആഗമന സന്ധി, ആദേശ സന്ധി, ലോപസന്ധി എന്നൊക്കെ എന്താണ് നമ്മുടെ ഓപ്ഷനിൽ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തലയോട് എന്ന് പറയുന്ന വാക്കൊന്ന് പിരിച്ചെഴുതണം. തലയോട് എന്ന് പറയുന്ന വാക്ക് എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം? ഒന്ന് പിരിച്ചെഴുതിക്കുക. തലയോട്, തല പ്ലസ് ഓടാണ് തലയോട് അല്ലേ. തല പ്ലസ് ഓടാണ് എന്ത്, തലയോടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പിരിച്ചെഴുതി കഴിയുമ്പോൾ എങ്ങനെ നമുക്ക് കൂട്ടി യോജിപ്പിച്ചെഴുതും? തലയോട് എന്നായി മാറി. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? മൂന്നാമതൊരു വർണ്ണം, ഒന്നാമത്തെ വർണ്ണം തല, രണ്ടാമത്തെ വർണ്ണം ഓട്, മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുന്നു. ഏതാണ് മൂന്നാമത് വർണ്ണം വന്നു ചേർന്ന വർണ്ണം? യ എന്ന വർണ്ണം മൂന്നാമതായിട്ട് വന്നു ചേർന്നു. അപ്പോൾ എന്താണ് ഇവിടെ യ. അതുപോലെ മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. തിരുവാതിര. തിരുവാതിര എന്ന് പറയുന്ന വാക്ക് നിങ്ങളൊന്ന് പിരിച്ചെഴുതിക്കേ. തിരുവാതിര എന്ന് പറയുന്ന വാക്ക് നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? തിരു പ്ലസ് ആതിരയാണ് തിരുവാതിര അല്ലെ. തിരു പ്ലസ് ആതിരയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, തിരുവാതിര എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് കൂട്ടി യോജിപ്പിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും? തിരുവാതിര എന്ന് വരും. അപ്പോൾ ഇവിടെ ഏത് വർണ്ണമാണ് വന്നു ചേർന്നത്? വ എന്ന് പറയുന്ന വർണ്ണം വന്നു ചേർന്നു. അപ്പോൾ ഇവിടെ എന്താണ്? വ ആഗമിക്കുകയാണ് ചെയ്തത്. വ ആഗമിച്ചു. അപ്പോൾ അതുകൊണ്ട് എന്ത് തന്നെയാണ് ഈ സന്ധി? ഏത് തരത്തിലുള്ള സന്ധിയാണ്? ആഗമന സന്ധിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയാം, അത് നിങ്ങളൊന്ന് ഒരു പേപ്പറിലേക്ക് എഴുതി നോക്കൂ കേട്ടോ. ഒന്ന്, കുടയുന്നു. കുടയുന്നു എന്ന വാക്കൊന്ന് പിരിച്ചെഴുതിയിട്ട് എന്ത് വന്നു ചേരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കുടയുന്നു, കുടയുന്നു നമുക്കൊന്ന് എഴുതി നോക്കാം. കുടയുന്നു എന്ന വാക്ക് നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? കുട പ്ലസ് ഊന്നു. കുട പ്ലസ് എന്ത് ചെയ്യുന്നു? ഊന്നുവാണ് കുടയുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂട്ടിയേർത്ത് എഴുതുമ്പോൾ കുടയുന്നു എന്നാകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? യ എന്ന് പറയുന്ന വർണ്ണം വന്നു ചേരുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ആഗമന സന്ധിയിൽ യ എന്ന വർണ്ണവും വ എന്ന് പറയുന്ന വർണ്ണവുമായിരിക്കും എപ്പോഴും മെജോറിറ്റിയും വന്നു ചേരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഇങ്ങനെ ഒരു സന്ധി ഏതാണ് തിരിച്ചറിയാൻ വേണ്ടി ഒരു ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? ആ കിട്ടിയ വാക്കിനെ ഒന്ന് പിരിച്ചെഴുതി നോക്കുക. അപ്പോൾ പിരിച്ചെഴുതി നോക്കുമ്പോൾ അതിൽ യയോ വായോ വരുന്നുണ്ടെങ്കിൽ ഒരു 90% അത് ആഗമന സന്ധി ആവാനാണ് സാധ്യത. ഇനി അടുത്തതാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. ആദേശസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി പകരം മറ്റൊരു വർണ്ണം വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആഗമന സന്ധി എന്ന് പറയുന്നത് എന്താണ്? ആഗമന സന്ധി തമ്മിൽ പിരിച്ചെഴുതുമ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതായിട്ട്, രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതായിട്ടൊരു വർണ്ണം വന്നു ചേരുകയാണെങ്കിൽ അതിനെ ആഗമന സന്ധി എന്ന് വിളിക്കുന്നു. ആദേശസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ വരുമ്പോൾ ഒരു വർണ്ണം പോയി പകരം മറ്റൊരു വർണ്ണം വരുന്നു. എന്താണ്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി ആ പോയ സ്ഥാനത്ത് പകരം മറ്റൊരു വർണ്ണം വരികയാണെങ്കിൽ അതിനെ ആദേശസന്ധി എന്ന് വിളിക്കുന്നു കേട്ടോ. അപ്പോൾ ആദേശസന്ധി പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്? പ്ലസിന് മുമ്പ് ചന്ദ്രക്കല ഇട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ സ്വര അക്ഷരമോ വരികയോ ചേർത്ത് എഴുതുമ്പോൾ അവ വരാതിരിക്കുകയോ മറ്റൊരു വർണ്ണം വരികയോ ചെയ്താൽ അത് ആദേശസന്ധിയാണ്. അപ്പോൾ ആദേശസന്ധിക്ക് ഉദാഹരണം നോക്കാം. ആദേശസന്ധിക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്? വിണ്ടലം. വിണ്ടലത്തെ എങ്ങനെ പിരിച്ചെഴുതാം?
വിൺ പ്ലസ് സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, വിണ്ടലം എന്ന് പറയുന്നത്. വിൺ പ്ലസ് സ്ഥലമാണ് പിണ്ടലം. ഇവിടെ ഈ വാക്ക് നോക്കിക്കേ നിങ്ങൾ. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞിരുന്നത്, ആദേശസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, പിരിച്ചെഴുതുമ്പോൾ പ്ലസ്സിന് മുൻപ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ അനുസ്വരമോ വരികയും ചേർത്തെഴുതുമ്പോൾ അത് വരാതിരിക്കുകയും ചെയ്തു. പിരിച്ചെഴുതുമ്പോൾ എന്താണ്, ഒരു ചില്ലക്ഷരമോ അല്ലെങ്കിൽ വ്യഞ്ജനാക്ഷരമോ ഒക്കെ വരികയും ചേർത്തെഴുതുമ്പോൾ അത് വരാതിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ നോക്കിക്കേ, ഇൺ എന്നൊരു വാക്ക് ഇവിടെ ഉണ്ട്, പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ അത് എന്തായി മാറി, ഇണ്ടയായിട്ട് മാറി. അപ്പോൾ എന്താണ്, ഒരു ചില്ലക്ഷരമോ അല്ലെങ്കിൽ എന്താണ് ഒരു വ്യഞ്ജനമോ അനുസാരമോ വരികയും ചേർത്തെഴുതുമ്പോൾ അത് വരാതിരിക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ആദേശസന്ധി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം, ഇത് ആദേശസന്ധിയാണോ അല്ലെങ്കിൽ ആഗമന സന്ധിയാണോ തിരിച്ചറിയുന്നതിന് ചെയ്യേണ്ടത്, ആദ്യത്തെ വാക്ക് എടുക്കുക, പിരിച്ചെഴുതിയിട്ടുള്ള ആദ്യത്തെ വാക്കിൻ്റെ തൊട്ടിപ്പുറമുള്ള ഈ ഒരു വാക്ക്, അതായത് ഈ ഒരു സെക്കൻഡ് വേർഡ് വരുന്ന എപ്പോഴും ഒരു ഇണ്ണ്, ഒന്നെങ്കിൽ ഇണ്ണായിരിക്കും, അല്ലെങ്കിൽ ഇഞ്ച എന്നൊരു വാക്കായിരിക്കും, അല്ലെങ്കിൽ ഇന്ത എന്നൊരു വാക്കായിരിക്കും, അല്ലെങ്കിൽ ഞ എന്നൊരു വാക്കായിരിക്കും. ഈ 4 വാക്കുകളിൽ ഏതെങ്കിലും ആയിരിക്കും 99% ഈ ഒരു ആദേശസന്ധിയിൽ വരുന്നത് കേട്ടോ. എങ്ങനെ, പിരിച്ചെഴുതുമ്പോൾ. അതായത് ഒരു വാക്കുകൂടെ നമുക്ക് നോക്കാം, കണ്ണീര്. കണ്ണീര് നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം, കൺ പ്ലസ് നീരാണ് കണ്ണീര്. എങ്ങനെയാണ് കണ്ണീര് പിരിച്ചെഴുതുന്നത്, കൺ പ്ലസ് നീരാണ് എന്തെന്ന് വിളിക്കുന്നത്, കണ്ണീരെന്ന് വിളിക്കുന്നത്. കൺ പ്ലസ് നീര്, കൺ പ്ലസ് നീരാണ് കണ്ണീരെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ നോക്കിക്കേ, ഈ ഒരു വാക്ക് ഇത് കണ്ടോ, ഫസ്റ്റ് വാക്കിന് ശേഷം രണ്ടാമത് വരുന്ന ഈ വാക്ക് കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടാമത് വരുന്ന വാക്ക് എപ്പോഴും ഒരു 99% ഈ ഒരു ആദേശസന്ധിയിൽ ഇണ്ണ് അല്ലെങ്കിൽ ഇഞ്ച അല്ലെങ്കിൽ ഇന്ത അല്ലെങ്കിൽ ഇഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ എന്താണ്, തൊട്ടിപ്പുറം, അതായത് ഈ ഒരു രണ്ടാമത് വാക്ക് എപ്പോഴും ഇണ്ണ്, ഇഞ്ച, ഇന്ത, ഇഞ്ഞ എന്നീ വാക്കുകളായിരിക്കും മെജോറിറ്റി വരുന്നത്. അങ്ങനെയാണ് വേട്ടു എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം, വേട്ടു നമുക്ക് വേൾ പ്ലസ് തു എന്ന രീതിയിൽ നമുക്ക് പിരിച്ചെഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ആദേശസന്ധി തിരിച്ചറിയാനുള്ള മാർഗം പറഞ്ഞല്ലോ. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ലോപസന്ധിയാണ് കേട്ടോ. ലോപസന്ധി എന്ന് പറഞ്ഞാൽ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊന്ന് ഇല്ലാതാകുന്നത്. ലോപിക്കുക എന്ന വാക്കിന് അർത്ഥം എന്താണ്, ഇല്ലാതെയായി പോകുക എന്നാണ് ലോപം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം എന്താണ്, ഇല്ലാതായി പോകുന്നതിനെയാണ് നമ്മൾ ലോപസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, പിരിച്ചെഴുതുമ്പോൾ എല്ലാ അക്ഷരങ്ങളും എണ്ണി നോക്കണം. തുടർന്ന് ചേർത്തെഴുതുമ്പോൾ എന്താണ്, പിരിച്ചെഴുതിയതുണ്ടായിരുന്ന അക്കങ്ങളുടെ എണ്ണം നോക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം കുറവായിരിക്കും. അങ്ങനെ നമുക്ക് ലോപസന്ധിയെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ലോപസന്ധി എങ്ങനെ പിരിച്ചെഴുതാമെന്ന് നോക്കാം. തണുപ്പുണ്ട്. തണുപ്പുണ്ട് എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതാം, തണുപ്പ് അധികം പ്ലസ് ഉണ്ട്. ഇങ്ങനെയാണല്ലോ നമ്മൾ തണുപ്പുണ്ടെന്ന് പിരിച്ചെഴുതുന്നത്. അപ്പോൾ എന്തായിട്ട് മാറുന്നു, തണുപ്പുണ്ട് എന്നതായിട്ട് മാറുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വരുന്നത്, 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒന്നില്ലാതാകുന്നതാണ് ലോപസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തായുണ്ടോ, തായ് ഇവിടെയുണ്ട്, ഇവിടെ ഉണ്ടല്ലേ. ണു എന്ന വാക്ക് ഇവിടെ ഉണ്ടോ, ഉണ്ട്. പു എന്ന വാക്കുമുണ്ട്, ഉണ്ട് എന്ന് പറഞ്ഞ വാക്കുണ്ട്. ഇവിടെ എന്താണ്, ഒരു വർണ്ണം എന്ത് ചെയ്യുന്നു, ഇല്ലാതായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊന്ന് ഇല്ലാതാകുന്നതാണ് ലോപസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ വാക്കുകളൊന്ന് ഒരു വാക്ക് കൊടുത്തിട്ട് അത് പിരിച്ചെഴുതി നോക്കുക. എന്നിട്ട് ഒരു വർണ്ണം, അതായത് ഈ ഒരു അക്കങ്ങളും പോയിട്ട് അക്ഷരങ്ങൾ എണ്ണി നോക്കുക. എണ്ണി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരെണ്ണം കുറവുണ്ടെങ്കിൽ അത് എന്ത് സന്ധിയായിരിക്കും, അത് ലോപസന്ധിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വേറൊരു വാക്ക് നോക്കാം, ഒരടി. ഒരടി എന്ന വാക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്, ഒരടി എന്ന് നമുക്ക് ഒന്ന് പിരിച്ചെഴുതി നോക്കിക്കുക എല്ലാവരും. ഒരു പ്ലസ് അടിയാണ് ഒരടി എന്ന് പറയുന്നത് കേട്ടോ. ഒരു പ്ലസ് അടീനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ഒരടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരടി, ഇങ്ങനെയാണത് പിരിച്ചെഴുതി കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഓ എന്ന വാക്കുണ്ട്, രാ എന്ന വാക്കുണ്ട്, എന്താണ് ഡി എന്ന വാക്കുണ്ട്. അപ്പോൾ ഇവിടെ എന്താ, ആ എന്ന് പറയുന്ന ഒരു അക്ഷരം ഇല്ല, വാക്കല്ല അക്ഷരം ഇല്ല. അപ്പോൾ എന്താണ്, അവിടെ ഒരു വർണ്ണം എന്താണ്, ഇല്ലാതായി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ലോപസന്ധിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ഇല എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം, ഒരു ഇല എന്ന് പറഞ്ഞിങ്ങനെയാണ്, ഒരു പ്ലസ് ഇലയാണ് ഒരു ഇല അല്ലേ. ഒരു പ്ലസ് ഇലയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ഒരു ഇല എന്ന് വിളിക്കുന്നത്. ഒരു പ്ലസ് ഇലയെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഒരു ഇല എന്ന് വിളിക്കാം. ഇവിടെ ഒന്ന് എണ്ണി നോക്കിക്കേ നിങ്ങൾ, ഓയുണ്ടോ, ഓയുണ്ട്.
രായുണ്ടോ? രായുണ്ട്. ഈ ഉണ്ടോ? ഈ ഇല്ല. ലായുണ്ടോ? ലായുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു വർണ്ണം എന്താണ്? ഈ എന്ന് പറഞ്ഞ വർണ്ണം കൂട്ടിച്ചേർത്ത് എഴുതിയപ്പോൾ ഇല്ലാതായി, ലോപിച്ചു പോവുകയാണ്. ഇവിടെ ലോപിച്ചത് ഏത് വാക്കാണ്? ഈ എന്ന് പറയുന്ന വാക്കാണ് അവിടെ ലോപിച്ചിരിക്കുന്നത്. ഇനി വേറൊരെണ്ണം നമുക്ക് നോക്കാം. കണ്ടില്ല. കണ്ടില്ല നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? കണ്ടു പ്ലസ് ഇല്ലയാണല്ലേ കണ്ടില്ല. കണ്ടില്ല എങ്ങനെ പിരിച്ചെഴുതാം? കണ്ടു പ്ലസ് ഇല്ലയാണ് കണ്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ എന്തെന്ന് വരുന്നു? കണ്ടില്ല എന്ന് വരുന്നു. അപ്പോൾ ഇവിടെ ഏതാണ് ഇവിടെ ലോപിച്ച് പോയിട്ടുള്ളത്? എണ്ണി നോക്കാം. കായുണ്ടോ? കായുണ്ട്. ഉണ്ടായുണ്ടോ? ഉണ്ട്. ഇല്ല ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ എന്ത് ചെയ്തു? ലോപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലോപസന്ധി തിരിച്ചറിയാൻ വേണ്ടി പിരിച്ചെഴുതുക, എന്നിട്ട് എന്താണ് എണ്ണി നോക്കുക ഏതൊക്കെയാണ് ഇല്ലാത്ത. അപ്പോൾ ഇല്ലാത്തത് നോക്കി കഴിയുമ്പോൾ അത് ലോപസന്ധിയാണ്, നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി അടുത്ത സന്ധിയാണ് ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ദ്വിത്വസന്ധി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇരട്ടിക്കുക എന്നാണ്. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നവനെയാണ് ദ്വിത്വസന്ധി എന്ന് വിളിക്കുന്നത്. ദ്വിത്വ എന്ന് പറഞ്ഞ വാക്കിന് എന്താണ്? അത് എന്താ പറയുക, ഇരട്ടിക്കുക എന്നൊരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ എല്ലാ സന്ധികളുടെയും വാക്കിൻ്റെ മീനിങ് വെച്ച് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ദ്വിത്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരട്ടിക്കുക എന്നൊരു മീനിങ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവന് പറയുവാണെങ്കിൽ തലക്കെട്ട്. തലക്കെട്ടിനെ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? തല പ്ലസ് കെട്ടാണ് തലക്കെട്ടെന്ന് പറയുന്നത് കേട്ടോ. തല പ്ലസ് കെട്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? തല കെട്ട് എന്നായി നമ്മളിത് കൂട്ടിച്ചേർത്ത് എഴുതി. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ക എന്ന വാക്ക് ഇരട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. പൂച്ചട്ടി. പൂച്ചട്ടി എങ്ങനെ പിരിച്ചെഴുതാം നമുക്ക്? പൂ പ്ലസ് അധികം ചട്ടിയാണല്ലേ. പൂ പ്ലസ് അധികം ചട്ടിയാണ് എന്ത്? പൂച്ചട്ടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ച എന്ന് പറയുന്ന ഈ ഒരു വാക്ക് ഇരട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്കൊന്ന് വേറൊരു ഉദാഹരണം നോക്കാം. പണിപ്പുര. പണിപ്പുര എങ്ങനെ പിരിച്ചെഴുതാം? പണിപ്പുര എന്ന് പറയുന്ന വാക്ക് പണി പ്ലസ് പുരയാണ് പണിപ്പുര എന്ന് പറയുന്നത്. അത് കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ എന്തായി മാറുന്നു? പണിപ്പുര. ഉണ്ടാവും. പൂ എന്ന് പറയുന്ന വാക്ക് ഇരട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ എന്താണ്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ദ്വിത്വസന്ധി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ സന്ധികളെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം കേട്ടോ. ക്രിയാവിഭാഗമാണ് പിന്നെ PSC പരീക്ഷകളിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു വിഭാഗം. പ്രവൃത്തിയെ കുറിക്കുന്ന പദമാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്രിയ എന്ന് വിളിക്കുന്നത്. ഇതിനെ കൃതി എന്നും വിന എന്നും ആഖ്യാതം എന്നും പേരുണ്ട്. സ്ഥിതിയെ അല്ലെങ്കിൽ അവസ്ഥയെ കുറിക്കുന്നതും ക്രിയാശബ്ദം തന്നെയാണ്. തിന്നുന്നു, ഓടുന്നു, കുതിക്കുന്നു ഇവ പ്രവർത്തികളെ കുറിക്കുന്നു. ഉദാഹരണമാണ് ഉണ്ട്, ആകുന്നു എന്നിവ. അപ്പോൾ ഇത്രയുമാണ് ക്രിയയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി എക്സാമ്പിളൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ ക്രിയ കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പം നമുക്ക് ക്രിയ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറച്ച് വിശദമായിട്ട് തന്നെ എങ്ങനെ നമുക്ക് പെട്ടെന്ന്, അതായത് എന്താ പറയുക, പരീക്ഷ എന്ന വിഭാഗത്തിലേക്ക് വരുമ്പോൾ ക്രിയയെ എങ്ങനെ നോക്കാം. അപ്പോൾ ക്രിയയുടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും നമുക്ക് എന്താ പറയുക എഴുതാനും പഠിക്കാനൊന്നും ഇല്ല. ചുമ്മാ ഒരു 4 ഓപ്ഷൻ കണ്ടെത്തി എഴുതാനുള്ളൂ. അപ്പോൾ ക്രിയ എന്ന ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, ആ ചോദ്യങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. അപ്പോൾ ഈ ക്രിയയെ പലതായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് അർത്ഥം, പ്രകൃതി, സ്വഭാവം, പ്രാധാന്യം എന്നതിനനുസരിച്ചിട്ടാണ് തരംതിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അർത്ഥം എന്ന് പറയുന്നത്. അർത്ഥമനുസരിച്ച് നമുക്ക് ക്രിയ എന്ത് ചെയ്യാം? സകർമ്മകമെന്നും അകർമ്മകമെന്നും രണ്ടായിട്ട് സൂചിപ്പിക്കാം. എന്ത് ചെയ്യാം? അർത്ഥമനുസരിച്ച്. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക. അപ്പോൾ സകർമ്മകം, അകർമ്മകം, കേവലം, പ്രയോജകം, കാരിതം, അകാരിതം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ അമ്മ ഇതെന്തോ ഭയങ്കര വലിയ സംഭവമാണെന്ന്. ഒന്നുമല്ല, ചുമ്മാ സിമ്പിൾ കാര്യമുള്ളൂ. ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഈ അർത്ഥമനുസരിച്ച് ക്രിയയെ നമുക്ക് എന്തായിട്ട് തരംതിരിക്കാം? ഞാൻ പറയുന്ന പോലെ നിങ്ങൾ എന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സിമ്പിൾ കാര്യമുള്ളൂ. സകർമ്മകമെന്നും അകർമ്മകമെന്നും എന്തെന്ന് വിളിക്കാം? നമുക്ക് അർത്ഥത്തെ രണ്ടായി തരംതിരിക്കാം. സകർമ്മകമെന്നും അകർമ്മകമെന്നും. ഇനി എന്താണ് സകർമ്മകം, എന്താണ് അകർമ്മകം എന്ന് നോക്കാം കേട്ടോ. ഒരു ക്രിയ സകർമ്മകമാണോ അകർമ്മകമാണോ എന്നറിയാൻ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ക്രിയ തന്നേക്കുവാണ്, താഴെ കൊടുത്തിരിക്കുന്ന ക്രിയ സകർമ്മകമാണോ അകർമ്മകമാണോ എന്ന് ചോദിച്ചാൽ നമ്മളിത് എങ്ങനെ തിരിച്ചറിയും അതൊരു സകർമ്മകമാണോ അകർമ്മകമാണോ എന്നറിയാൻ? അപ്പോൾ സകർമ്മകമാണെങ്കിൽ ആരെ, എന്തിനെ എന്നീ ചോദ്യങ്ങളിൽ
ഉത്തരം നൽകാൻ കഴിയുന്നുവെങ്കിൽ, അപ്പോൾ ആരെ, എന്തിനെ, എന്നീ ചോദ്യങ്ങൾ ഒന്നിന് ഉത്തരം നൽകാൻ കഴിയുന്നുവെങ്കിൽ അതെന്താണ്? ആ ഒരു ക്രിയ സകർമ്മകമാണെന്ന് പറയാം. ഇനി അകർമ്മകമാണെങ്കിലോ ഇതിന് നേരെ ഓപ്പോസിറ്റ്, അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്ത്, എങ്ങനെ, ആരെ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ആ ക്രിയ എന്താണ്? അതൊരു അകർമ്മകമാണെന്ന് പറയാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സകർമ്മകത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അടിക്കുക. അപ്പോൾ ആരെ അടിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടോ? ഇന്നയാളെ ഇപ്പോൾ അനുവിനെ വിനു അടിച്ചു. അപ്പോൾ ഇന്നയാളെയാണ് ഇന്നയാളെ അടിച്ചത്. എന്തിന് വേണ്ടി അടിച്ചു? അനു തെറ്റു ചെയ്തതുകൊണ്ട് അടിച്ചു. അപ്പോൾ അതിൻ്റെ ഉത്തരമില്ലേ? അനു തെറ്റു ചെയ്തതുകൊണ്ടാണ് അടിച്ചത്. അപ്പോൾ ആരെ, എന്തിനെ, എങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒന്നിന് ഉത്തരം നൽകാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ക്രിയ എന്താണ്? സകർമ്മകമാണ്. അപ്പോൾ അടിക്കുക, ഇടിക്കുക, ചവിട്ടുക, കടിക്കുക, കൊല്ലുക ഇങ്ങനെയുള്ള വാക്കുകൾക്ക് എന്താണ്? ആരെ കൊന്നു, അല്ലെങ്കിൽ എന്തിനു കൊന്നു, അല്ലെങ്കിൽ ആരെ ചവിട്ടി, എന്തിന് ചവിട്ടി, അപ്പം എന്താണ്? ആരെ കടിച്ചു, എന്തിന് കടിച്ചു, ഈ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കുമല്ലേ? അപ്പം ഇത്തരത്തിൽ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ക്രിയയെ എന്താണ് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ആരെ, എന്തിനെ, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ക്രിയ എന്താണ്? ആ ക്രിയ ഒരു സകർമ്മകമാണെന്ന് നമുക്ക് പറയാം. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ പറഞ്ഞ അകർമ്മകം. അതായത് എന്ത്, എങ്ങനെ, എവിടെ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒന്നിനും ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ ആ ക്രിയ എന്താണ്? അതൊരു അകർമ്മകമാണ്. അകർമ്മകത്തിന് ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഇരിക്കുക, ഓടുക, ചാടുക, ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞെന്താണ്? അതൊക്കെ അകർമ്മകമാണ്. ഇരിക്കുക, എന്തിനിരുന്നു, ആരിരുന്നു, അങ്ങനെയുള്ള എന്തിനിരുന്നു, ഇപ്പം എന്തിനാ പെരുന്നതെന്ന് വെച്ചപ്പോൾ എന്നെ പറയണേ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്കൊരു കൃത്യമായിട്ടൊരു എക്സാക്റ്റായിട്ടൊരു ഉത്തരം പറയാൻ സാധിക്കുമോ? ഇല്ല. ഓടുക, അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ സാധിക്കില്ല. ചാടുക, ഉറങ്ങുക ഇതിനൊന്നും കൃത്യമായിട്ട് ഉത്തരം പറയാൻ സാധിക്കില്ല. പക്ഷേ ഇടിക്കുക, എന്താണ്? ആരെ ഇടിച്ചു, എന്തിനിടിച്ചു, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു എക്സാക്റ്റായിട്ട് ഉത്തരം പറയാൻ നമുക്ക് സാധിക്കും. അതിനാണ് നമ്മൾ അകർമ്മകം എന്ന് വിളിക്കുന്നത്. എക്സാക്റ്റായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല, അതാണെങ്കിൽ എന്താണ്? എക്സാക്റ്റായിട്ട് ഉത്തരം എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് സകർമ്മകവും, എക്സാക്റ്റ് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് അകർമ്മകവുമാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചവിട്ടുക എന്ന് പറയുന്നത് അകർമ്മകമാണോ സകർമ്മകമാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊരു സകർമ്മകമാണ്. കാരണം എന്താണ്? ആരെ, എന്തിനെ എന്നീ ചോദ്യങ്ങൾക്ക് ഇവിടെ ഉത്തരമുണ്ട്. ഇനി കേവലം പ്രയോജകമുണ്ട്. കേവലം പ്രയോജകം എന്ന് പറഞ്ഞാൽ പ്രകൃതി അനുസരിച്ചിട്ടാണ് കേവലം പ്രയോജകം വരുന്നത്. അത് കേവലം എന്ന് പറഞ്ഞാൽ പരപ്രേരണയില്ലാതെ സ്വയം സംഭവിക്കുന്നത്. കേവലം എന്ന് പറഞ്ഞാൽ എന്താണ്? പരപ്രേരണയില്ലാതെ സ്വയം സംഭവിക്കുന്നതിനെയാണ് കേവലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എഴുതുന്നു, കേൾക്കുന്നു, കാണുന്നു, ചാടുന്നു, പാടുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എഴുതുന്നു പറഞ്ഞാൽ ഓരോ വ്യക്തിയുമായിട്ട് എഴുതുന്നതാണ്. കേൾക്കുന്നു, നമ്മൾ കേൾക്കുകയാണ്. ഇനി കാണുന്നു, അതുപോലെ ചാടുന്നു, പാടുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പരപ്രേരണയില്ലാതെ സ്വയം ചെയ്യുന്നതിനെയാണ് കേവലം എന്ന് വിളിക്കുന്നത്. കേവലം എന്താണ്? പരപ്രേരണയില്ലാതെ സ്വയം ചെയ്യുന്നതിനെ. ഇവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ കേട്ടോ. പരപ്രേരണയില്ലാതെ സ്വയം ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ സ്വയം സംഭവിക്കുന്നതോ ചെയ്യുന്നതോ എന്തിനെയാണ് നമുക്ക് എന്ന് വിളിക്കാം? കേവലം എന്ന് വിളിക്കാം. എഴുതുന്നു, കേൾക്കുന്നു, കാണുന്നു, ചാടുന്നു, പാടുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതൊക്കെ കേവലമാണ്. ഇനി പ്രയോജകം എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. എന്താണ്? പരപ്രേരണയോടുകൂടി ചെയ്യുന്ന ക്രിയ. പരപ്രേരണയോടുകൂടി ചെയ്യുന്ന ക്രിയയാണ് ഏത്? പ്രയോജകം എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഓടിക്കുക, കാണിക്കുക, എഴുതിക്കുക, പറയിക്കുക എന്നൊക്കെ പറഞ്ഞാണ് ഒരാൾ ചെയ്യുന്നതാണ്. പറയിക്കുക, നീ അതിന് ഉത്തരം പറഞ്ഞേ, അല്ലെങ്കിൽ ഒരാൾ ഓടാൻ പറഞ്ഞ് ഓടുന്നു, അല്ലെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കുന്നു. അതൊക്കെ എന്താണ്? മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ പരപ്രേരണയോടുകൂടി ചെയ്യുന്നതാണല്ലേ. പക്ഷേ എഴുതുന്നു, കേൾക്കുന്നു, കാണുന്നു, ചാടുന്നു, പാടുന്നു എന്നൊക്കെ പറയുന്നത് എന്താണ്? പരപ്രേരണയില്ലാതെ ചെയ്യുന്നതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് കേവലം എന്ന് പറഞ്ഞാൽ? പരപ്രേരണയില്ലാതെ സ്വയം സംഭവിക്കുന്നത്. എന്താണ്? പ്രയോജകം എന്ന് പറഞ്ഞാൽ പരപ്രേരണയോടുകൂടി സംഭവിക്കുന്നത്. ഇനി കാരിതമുണ്ട്, അകാരിതമുണ്ട്. എന്താണ് കാരിതം, അകാരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലക്രിയയിൽ കു എന്നുള്ള കാരിതത്തിനും കു ഇല്ലാത്തതും അകാരിതം. അപ്പോൾ കേവലക്രിയയിൽ കു എന്നൊരു വാക്കുണ്ടെങ്കിൽ അത് കാരിതമാണ്. കേവലക്രിയയിൽ കു എന്നൊരു വാക്കുണ്ടെങ്കിൽ അത് കാരിതമായിരിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു, പറക്കുന്നു, കളിക്കുന്നു, ഇരിക്കുന്നു, പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? കു എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. കേവലക്രിയയിൽ എന്താണ്? കേവലക്രിയ എന്ന് പറഞ്ഞാൽ എന്താണോ? പരപ്രേരണയില്ലാതെ സ്വയം സംഭവിക്കുന്നത്. പരപ്രേരണയില്ലാതെ സ്വയം സംഭവിക്കുന്നതാണ് കേവലം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താണ്? പറക്കുന്നു. പറക്കുന്നു എന്ന് പറയുമ്പോൾ ആരുടെയും പരപ്രേരണ ഇല്ലാതെ സംഭവിക്കുന്നതാണ്. അവിടെ കു എന്നൊരു വാക്ക് വന്നാൽ അതെന്താണ്? അത് കാരിതമാകുന്നു. കളിക്കുന്നു, ആരുടെയും പരപ്രേരണ ഇല്ലാതെയാണ് കളിക്കുന്നത്. കളിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം കളിക്കുകയാണ്.
അപ്പോൾ എന്താണ് കു വരുന്നു. അപ്പോൾ എന്താണ് അതൊരു കാരിതമാണ്. ഇരിക്കുന്നു പരപ്രേരണ ഇല്ലാതെ സംഭവിക്കുന്നതാണ്, അവിടെ കു വരുന്നു, അതെന്താണ് കാരിതമാണ്. അതുപോലെ തന്നെ പഠിക്കുന്നു, ഒരു വ്യക്തി സ്വയം ചെയ്യുന്നതാണ്, ആരുടെയും പ്രേരണയില്ലാതെ, അപ്പോൾ അവിടെ എന്താണ് കു എന്നൊരു വാക്ക് വരുന്നു, അതെന്താണ് കാരിതമാണ്. ഇനി അകാരിതം എന്ന് പറഞ്ഞാൽ എന്താണ്, കു ഇല്ലാത്തതാണ് അകാരിതം. കു എന്ന് പറയുന്ന വാക്ക് ഇല്ലാത്തതാണ് അകാരിതം. അകാരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കു ഇല്ലാത്ത വാക്ക് വരുന്നത്. അതായത് പാടുന്നു, ഓടുന്നു, തിന്നുന്നു, നനയുന്നു, പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു വാക്കുകളും എന്തില്ല, കു എന്ന് പറയുന്ന ഒരു അക്ഷരമില്ല. അപ്പോൾ അതെന്താണ്, അതൊരു അകാരിതമാണ്. അപ്പോൾ കേവലക്രിയയിൽ കു ഉള്ളത് കാരിതവും കു ഇല്ലാത്തത് അകാരിതവും. എന്താണ് കാരിതം എന്ന് പറഞ്ഞാൽ എന്താണ്, കേവലം എന്ന് പറഞ്ഞാൽ എന്താണ്, പരപ്രേരണയില്ലാതെ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ കാരിതം എന്ന് വിളിച്ചത്, കേവലം എന്ന് വിളിച്ചത്. അതിൽ കു ചേർത്ത് പറയുകയാണെങ്കിൽ അത് കാരിതവും, കു ചേർക്കാതെ പറയുകയാണെങ്കിൽ അത് അകാരിതവുമായി മാറുന്നു. കു ചേർത്ത് പറയുമ്പോൾ പറക്കുന്നു, കളിക്കുന്നു, ഇരിക്കുന്നു, പഠിക്കുന്നു, ഇതൊക്കെ കു ചേർത്ത് വരികയാണ്. പാടുന്നു, ഓടുന്നു, തിന്നുന്നു, നനയുന്നു, പറയുന്നു ഒക്കെ അകാരിതമാണ്, അവിടെ ഒരു കു വരുന്നില്ല എന്ന് ഓർക്കുക. ഇനി അടുത്തതാണ് മുറ്റവിന പറ്റുവിന. എന്താണ് മുറ്റുവിന പറ്റുവിന എന്ന് പറയുന്നത്? സ്വതന്ത്രമായി നിൽക്കുന്ന പൂർണ്ണക്രിയയാണ് മുറ്റുവിന. സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു പൂർണ്ണക്രിയ, അതായത് എടുത്തു, പറഞ്ഞു, ഇരുന്നു, കുളിച്ചു എന്നൊക്കെ പറയുന്നത് എന്താണ് സ്വതന്ത്രമായി നിൽക്കുന്നൊരു പൂർണ്ണക്രിയയായിരിക്കും. സ്വതന്ത്രമായിട്ട് നിൽക്കുന്നൊരു പൂർണ്ണക്രിയയാണ് എന്ത്, എടുത്തു, പറഞ്ഞു, ഇരുന്നു, കുളിച്ചു എന്നൊക്കെ പറയുന്നത് സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണല്ലേ. അതൊരു ഞാനത് എടുത്തു എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ ഒരു കാര്യം അവിടെ പ്രവൃത്തി ചെയ്തു, അത് സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണ്. അതിന് ഞാൻ ആ ഒരു ഒറ്റ വാക്കിനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി പറഞ്ഞു എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, അതും ഒരു പൂർണ്ണക്രിയയാണ്. ഇരുന്നു എന്ന് പറയുന്നതും ഒരു പൂർണ്ണക്രിയയാണ്. കുളിച്ചു എന്ന് പറയുന്നത് ഒരു പൂർണ്ണക്രിയയാണ്. ഇനി എന്താണ് പറ്റുവിന എന്ന് പറഞ്ഞാൽ, ഇനി പറ്റുവിന എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റൊരു പദത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് പറ്റുവിന എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്, മറ്റൊരു പദത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, പറ്റുവിന എന്ന് വിളിക്കുന്നത്. ഈ പറ്റുവിനയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പേരച്ചമെന്നും വിനയച്ചമെന്നും. പേരച്ചമെന്നും വിനയച്ചമെന്നും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറ്റുവിനയെ വീണ്ടും തരംതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പേരച്ചം എന്ന് പറഞ്ഞാൽ പേരിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയ എന്നാണ് അർത്ഥം. ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ, പേരിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയയാണ് പേരച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ചിരിക്കുന്ന കുഞ്ഞ്, ഓടുന്ന വണ്ടി, പാടുന്ന രാഗി, വിടരുന്ന പൂവ്. അവിടെ ഒരാക്കടെ പേര് നിർദ്ദേശിക്കപ്പെടുന്നുണ്ടല്ലേ, ചിരിക്കുന്ന കുഞ്ഞ്, കുഞ്ഞാണ് ചിരിക്കുന്നത്, അപ്പോൾ കുഞ്ഞ് എന്നുള്ള വാക്ക് വരുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, ഒരു പേരാണ്. ഓടുന്ന വണ്ടി, വണ്ടി എന്ന് പറയുന്നതും ഒരു പേരാണ്. പാടുന്ന രാഗി, രാഗി എന്ന് പറയുന്ന ഒരു പേരാണ്. വിടരുന്ന പൂവ്, പൂവ് എന്ന് പറയുന്ന ഒരു പേരാണ്. അപ്പോൾ എന്താണ്, പേരിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയയെ പേരച്ചം, പേരിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിയ. ഇനി വിനയച്ചം, ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയ. ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് നമ്മൾ വിനയച്ചം എന്ന് വിളിക്കുന്നത്. ഒടിഞ്ഞു വീണു, നടക്കാൻ പോയി, നടക്കവേ പറഞ്ഞു, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വിനയച്ചത്തിന് ഉദാഹരണമാണ്. ഒടിഞ്ഞു വീണു, നടക്കാൻ പോയി, നടക്കവേ പറഞ്ഞു. ഇനി ഈ വിനയച്ചത്തെ എഗെയിൻ നമ്മൾ വീണ്ടും പലതായിട്ട് ഡിവൈഡ് ചെയ്യാണ്. മുൻവിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം, പിന്നെന്താണ് നടുവിനയച്ചം, പാർഷിക വിനയച്ചം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഇതിന് വേറെ ഡിവിഷൻ കൊടുക്കുക. മുൻപിൽ നടക്കുന്ന അപൂർണ ക്രിയ, അതായത് ഭൂതകാല രൂപത്തിലാണ് മുൻവിനയച്ചം. മുൻപിൽ എന്ന് ഓർക്കുക കേട്ടോ. മുൻപിൽ എന്ന് ആ ഒരു വാക്കിൽ തന്നെയുണ്ട്, മുൻപിൽ എന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. മുൻപിൽ എന്ന് പറയുമ്പോൾ എന്താണ്, പൂർണ്ണക്രിയയ്ക്ക് മുൻപിൽ നടക്കുന്ന അപൂർണക്രിയ. അതായത് ഭൂതകാലത്തെയാണിത് പറയുന്നത്. പോയി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഭൂതകാലമാണ്. പോയി പറഞ്ഞു. പിടിച്ചു കെട്ടി, അതും എന്താണ്, ഒരു ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നതാണ്. എഴുതി കൊടുത്തു, അവിടെ ആക്ടിവിറ്റിയും കഴിഞ്ഞേക്കാണ്, പിടിച്ചു കെട്ടി വെച്ചേക്കാണ്. അവിടെ എന്താണ്, ഭാവി കാലമാണ് കാണിക്കുന്നത്, ഭൂതകാലമാണ് കാണിക്കുന്നത്. പോയി പറഞ്ഞു, അതും എന്താണ്, ഒരു ഭൂതകാലമാണ്. അപ്പോൾ പൂർണ്ണക്രിയയ്ക്ക് മുൻപിൽ നടക്കുന്ന അപൂർണക്രിയ, അതായത് ഭൂതകാലത്തെയാണ് എന്ത് കാണിക്കുന്നത്, മുൻവിനയച്ചം കാണിക്കുന്നത്. അപ്പം മുൻപിൽ. അടുത്തതാണ് പിൻവിനയച്ചം എന്ന് പറയുന്നത്. എന്തായിരിക്കും പിൻവിനയച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിൻവിനയച്ചം എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയയ്ക്ക് ശേഷം നടക്കുന്ന അപൂർണക്രിയ. പൂർണ്ണക്രിയയ്ക്ക് ശേഷം നടക്കുന്നത്. മുൻവിനയച്ചം എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയയ്ക്ക് മുൻപ് നടക്കുന്നതാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പിൻവിനയച്ചം എന്ന് പറഞ്ഞാൽ. പൂർണ്ണക്രിയയ്ക്ക് ശേഷം നടക്കുന്ന അപൂർണക്രിയ. ആൻ എന്നൊരു പ്രത്യായം പിൻവിനയച്ചത്തിൽ ചേർക്കണം. എപ്പോഴും ആൻ എന്നൊരു പ്രത്യായം എവിടെ ചേർക്കണം, പിൻവിനയച്ചത്തിൽ നമ്മൾ ചേർക്കണം. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പഠിക്കാൻ പോയി, ഉറങ്ങാൻ പോയി എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇവിടെ
ഒരു ആൻ എന്നൊരു പഠിക്കാൻ, ഉറങ്ങാൻ, അങ്ങനെ ഒരു ആൻ എന്നൊരു വാക്ക് എപ്പോഴും ഈ ഒരു പിൻവിനയച്ചത്തിൽ കാണും കേട്ടോ. അപ്പോൾ പൂർണ്ണക്രിയയ്ക്ക് ശേഷം നടക്കുന്ന അപൂർണ ക്രിയയാണ് ഏത്? ഈ ഒരു പിൻവിനയച്ചം എന്ന് പറയുന്നത്. ആൻ എന്നൊരു പ്രത്യായം പിൻവിനയച്ചത്തിൽ ചേർക്കണം. എക്സാമ്പിൾ പഠിക്കാൻ പോയി, ഉറങ്ങാൻ പോയി എന്നൊക്കെ. ഇനി തൻവിനയച്ചമാണ് അടുത്തത്. പൂർണ്ണക്രിയയ്ക്കൊപ്പം നടക്കുന്ന അപൂർണക്രിയ. പൂർണ്ണക്രിയയ്ക്കൊപ്പം നടക്കുന്ന അപൂർണക്രിയയാണ് ഏത്? തൻവിനയച്ചം എന്ന് പറയുന്നത്. അപ്പോൾ അത് എ എന്നൊരു വാക്ക് എപ്പോഴും ഈ പ്രത്യായങ്ങൾ ഉണ്ടായിരിക്കും. അതായത് നിൽക്കവേ, കണ്ടു, ഓടവേ, വീണു. അപ്പോൾ എ എന്ന് പറഞ്ഞ പ്രത്യായം എപ്പോഴും എവിടെ ഉണ്ടായിരിക്കും? തൻവിനയച്ചത്തിലുണ്ടായിരിക്കും. അപ്പോൾ പൂർണ്ണക്രിയയ്ക്കൊപ്പം നടക്കുന്ന അപൂർണക്രിയയാണ് തൻവിനയച്ചം. എന്താണ്? എ എന്നൊരു പ്രത്യായം എപ്പോഴും ഉണ്ടായിരിക്കും. നടക്കവേ, കണ്ടു, ഓടവേ, വീണു. ഇനി നടുവിനയച്ചം. ഒരു വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് വരുന്ന ഇതാണെന്ത്? നടുവിനയച്ചം എന്ന് പറയുന്നത്. അതായത് ആ, കാ, ഖ എന്നീ പ്രത്യായങ്ങൾ അവസാനിക്കുന്നു. ആ എന്നോ ക എന്നോ ഖ എന്ന പ്രത്യായത്തിലോ എന്ത് അവസാനിക്കുന്നു? നടുവിനയച്ചം അവസാനിക്കുന്നു. ഫോർ എക്സാമ്പിൾ പോവുക, വേണം, കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊക്കെ നടുവിനയച്ചതിന് ഉദാഹരണമാണ്. അവിടെ എന്തൊക്കെ വരുന്നു? പോവുക, ആ വരുന്നു. അതുപോലെ തന്നെ കൊടുക്കുക, ഖ വരുന്നു. അപ്പോൾ ഇങ്ങനെ കായ, കായ, ആയ എന്നീ വാക്കുകളൊക്കെ നടുവിനയച്ചത്തിൽ വരും. ഒരു വാക്യത്തിലെ മധ്യഭാഗത്ത് വരുന്നതാണ് ഏത്? നടുവിനയച്ചം എന്ന് പറയുന്നത്. ഇനി അടുത്താണ് പാക്ഷിക വിനയച്ചം. ഒരു ക്രിയ നടക്കുമെങ്കിൽ മറ്റൊരു ക്രിയ കൂടി നടക്കുന്നു എന്ന് കാണിക്കുന്നു. ഒരു ക്രിയ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ മറ്റൊരു ക്രിയ കൂടി നടക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഏത്? പാക്ഷിക വിനയച്ചം എന്ന് പറയുന്നത്. അതായത് പഠിച്ചാൽ ജയിക്കാം. പഠിച്ചാൽ എന്ത് സംഭവിക്കും? ആ ഒരു ക്രിയയോടൊപ്പം വേറൊരു ക്രിയ കൂടെ മടക്കും. ജയിക്കാം, പഠിച്ചാൽ ജയിക്കാം. അതൊരു ക്രിയയോടൊപ്പം മറ്റൊരു ക്രിയ കൂടി മടക്കുകയാണ്. പഠിച്ചാൽ എന്ന ക്രിയയോടൊപ്പം ജയിക്കാം എന്ന് പറയുന്നൊരു ക്രിയ കൂടി മടക്കുകയാണ്. വിതച്ചാൽ കൊയ്യാം. വിതച്ചാൽ ഒരു ക്രിയയാണ്, കൊയ്യാം എന്ന് പറയുന്നത് മറ്റൊരു ക്രിയയാണ്. വന്നാൽ കാണാം. വന്നാൽ എന്ന് പറയുന്നൊരു ക്രിയ, കാണാം എന്ന് പറയുന്ന മറ്റൊരു ക്രിയ. അപ്പോൾ എന്താണ്? ഒരു ക്രിയ മടക്കുമ്പോൾ ആ മറ്റൊരു ക്രിയ കൂടി അതിനൊപ്പം മടക്കുന്നു. അപ്പോൾ പഠിച്ചാൽ ജയിക്കാം, വിതച്ചാൽ കൊയ്യാം, വന്നാൽ കാണാം. ഇതൊക്കെയാണ് അതിന് ഉദാഹരണമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം കേട്ടോ. താഴെ പറയുന്നവയിൽ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഏത്? താഴെ പറയുന്നവയിൽ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ കേൾപ്പിക്കുന്നു, ഓപ്ഷൻ ബി ചിരിക്കുന്നു, ഓപ്ഷൻ സി നടക്കുന്നു, ഓപ്ഷൻ ഡി കളിക്കുന്നു. അപ്പോൾ താഴെ പറയുന്നവയിൽ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് പ്രയോജക ക്രിയ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്? പരപ്രേരണയോടുകൂടി സംഭവിക്കുന്നതാണ് ഏത്? പ്രയോജകം എന്ന് വിളിക്കുന്നത്. പരപ്രേരണയോടുകൂടി സംഭവിക്കുന്നതാണല്ലോ പ്രയോജകം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ താഴെ പറയുന്ന പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഏതാണ്? ചിരിക്കുന്നു. ചിരിക്കുന്നു എന്ന് പറയുന്നത് പരപ്രേരണയോട് നടക്കുന്നതാണോ? അല്ല, പ്രേരണ ഇല്ലാതെ നടക്കുന്നതാണ്. നടക്കുന്നു, അത് പരപ്രേരണയോട് നടക്കുന്നതാണോ? അല്ല. കളിക്കുന്നു, അതും പരപ്രേരണയോടുകൂടി ഉള്ളതല്ല. പക്ഷെ കേൾപ്പിക്കുന്നു എന്ന് പറയുന്ന ഓപ്ഷൻ എ എന്താണ്? പരപ്രേരണയോടുകൂടി നടക്കുന്നതാണ്. അപ്പോൾ താഴെ പറയുന്നവയിൽ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ചോദിച്ചാൽ ഏതാണ്? കേൾപ്പിക്കുന്നു എന്നാണ്. ഇനി താഴെ പറയുന്നവയിൽ കേവല ക്രിയ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ എരിക്കുക, ഓപ്ഷൻ ബി പായിക്കുക, ഓപ്ഷൻ സി ഓടിക്കുക, ഓപ്ഷൻ ഡി ഭരിക്കുക. അപ്പോൾ കേവല ക്രിയ എന്ന് പറയുന്നത് എന്താണ്? കേവല ക്രിയ എന്ന് പറഞ്ഞാൽ പരപ്രേരണ ഇല്ലാതെ സ്വയം സംഭവിക്കുന്നതാണ് എന്താ ഈ ഒരു കേവല ക്രിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എറിയുക, പായിക്കുക, ഓടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതൊക്കെ പരപ്രേരണയോടുകൂടി സംഭവിക്കുന്നതാണ്. പക്ഷേ ഭരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പരപ്രേരണ ഇല്ലാതെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേവലക്രിയക്ക് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഭരിക്കുക എന്ന കഥാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. പൂർവ്വപദവും ഉത്തരപദവും. രണ്ടോ അതിലധികം പദങ്ങൾ സമസ്ത പദങ്ങളിൽ ഉണ്ടാകും. സമസ്ത പദത്തിന് ആദ്യ പദം പൂർവ്വപദവും ഒടുവിലത്തെ പദം ഉത്തരപദവും ഇടയിലുള്ളത് മധ്യപദവുമാണ്. അപ്പോൾ അതെന്താണ് പൂർവ്വപദം ഉത്തരപദം എന്ന് പറഞ്ഞാൽ? ഉദാഹരണം പറയുവാണെങ്കിൽ സമസ്ത പദം, ഉദാഹരണം രാജ്യസ്നേഹമാണ്. രാജ്യസ്നേഹം എങ്ങനെ? രാജ്യത്തെ സ്നേഹം നമുക്ക് എങ്ങനെ എന്താ പറയുക വിഗ്രഹിച്ചെഴുതാം? ഇവിടെ രാജ്യസ്നേഹം എന്ന് പറയുന്ന സമസ്ത പദം എന്താണ്? എങ്ങനെ വിഗ്രഹിച്ചെഴുതാം? രാജ്യത്തോടുള്ള സ്നേഹം. രാജ്യപദം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തോടുള്ള സ്നേഹമാണ് രാജ്യസ്നേഹം എന്ന് പറയുമ്പോൾ വിഗ്രഹിച്ചെഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്തെ പൂർവ്വപദം എന്ന് പറഞ്ഞാൽ ഏതാണ്? രാജ്യമാണ് പൂർവ്വപദം. സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ഉത്തരപർവമാണ്. ഇനി തീവണ്ടി, സമസ്ത പദമാണ് തീവണ്ടി. തീവണ്ടി എങ്ങനെ നമുക്ക് വിഗ്രഹിച്ചെഴുതാം? തീയാൽ ഓടുന്ന വണ്ടി. ഇത് പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തീവണ്ടി എന്ന് പറഞ്ഞ് വിഗ്രഹിച്ചെഴുതാൻ എങ്ങനെയാണ് തീവണ്ടിയെ വിഗ്രഹിച്ചെഴുതുക? തീയാൽ ഓടുന്ന വണ്ടി എന്ന് നമുക്ക് എന്തിന് വിഗ്രഹിച്ചെഴുതാം?
തീവണ്ടിയെ വിഗ്രഹിച്ചെഴുതാവുന്നതാണ്. തീ എന്ന് പറയുന്നത് പൂർവ്വപദവും ഓടുന്ന എന്ന് പറയുന്നത് എന്ത് പദമാണ്? മധ്യപർവവും. വണ്ടി എന്ന് പറയുന്നത് ഉത്തരപർവവും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വിഗ്രഹിച്ചെഴുതാവുന്ന കുറച്ച് കാര്യങ്ങളോട് നോക്കിയാലോ. പടിവാതിൽ എങ്ങനെ നമുക്ക് വിഗ്രഹിച്ചെഴുതാം? വാതിലിൻ്റെ പടി. എന്താണ്? വാതിലിൻ്റെ പടി. ഇനി അടിമലറിനെ നമുക്ക് എങ്ങനെ വിഗ്രഹിച്ചെഴുതാം? അടിയാകുന്ന മലർ. എങ്ങനെയാണ്? അടിയാകുന്ന മലർ. ആനപ്രാന്ത് നമുക്ക് എങ്ങനെ വിഗ്രഹിച്ചെഴുതാം? ആനയെക്കുറിച്ചുള്ള പ്രാന്താണ്. ആനയെക്കുറിച്ചുള്ള പ്രാന്തിനെയാണ് ആനപ്രാന്ത് എന്ന് പറയുന്നത്. മനക്കുരുന്ന് എങ്ങനെ വിഗ്രഹിക്കാം? മനമാകുന്ന കുരുന്നാണ് മനക്കുരുന്ന്. മഹർഷി എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ ഋഷി എന്ന് നമുക്ക് മഹർഷിയെ വിഗ്രഹിക്കാം. പൂമണം എങ്ങനെ പറയാം? പൂവിൻ്റെ മണം. പൂമണത്തെ എങ്ങനെ വിഗ്രഹിക്കാം? പൂവിൻ്റെ മണം. ഇനി പൂവിൻ്റെ പൊടി എന്ന് വിഗ്രഹിക്കാം. മാങ്ങക്കറി, മാങ്ങയാലുള്ള കറി. ഇനി 4 5 മാങ്ങക്കറി എന്താണ്? മാങ്ങയാലുള്ള കറി. അതുപോലെ 4 5 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 4 5 എന്ന് നമുക്ക് വിഗ്രഹിച്ചെഴുതാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി പദത്തെ വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദങ്ങൾ നാമം മാത്രമായ നാമസമാസവും വരുന്നു. ഇനി ഈ ഒരു പൂർവ്വപദത്തെ നമുക്ക് പല രീതിയിൽ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അഫ്രീഫാവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പൂർവ്വപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം വരുന്ന സമസ്ത പദമാണ് ഏത്? അഫ്രീഫാവൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിനായിരിക്കും ഉദാഹരണം. അപ്പോൾ യഥാവിധി എന്ന് പറഞ്ഞാൽ വിഗ്രഹിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? വിധി പോലെ എന്ന് എഴുതാം അല്ലേ? യഥാവിധി എന്ന കോൺസെപ്റ്റ് വിഗ്രഹിക്കുമ്പോൾ എന്തെന്ന് കിട്ടുന്നു? വിധി പോലെ എന്ന് കിട്ടുന്നു. അപ്പോൾ വിധി എന്ന് പറയുന്നതാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? പൂർവ്വപദമായിട്ട് വരുന്നത്. പൂർവ്വപദം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു ആദ്യമുള്ള വാക്കല്ലേ, രാജ്യത്തോടുള്ള സ്നേഹം, രാജ്യമാണ് പൂർവ്വപദമായിട്ട് വരുന്നത്. അപ്പോൾ അഫ്രീഫാവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർവ്വപദത്തിന് പ്രാധാന്യം. അപ്പോൾ യഥാവിധി എന്ന് പറഞ്ഞ് വിഗ്രഹിക്കുമ്പോൾ എന്തെന്ന് കിട്ടും? വിധി പോലെ എന്ന് കിട്ടും. അപ്പോൾ വിധി എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ പൂർവ്വപദമായിട്ട് വരുന്നത്. ഇനി പ്രതിവർഷം എങ്ങനെ വിഗ്രഹിക്കാം? വർഷം തോറും. വർഷം എന്ന വാക്കാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? പൂർവ്വപദമായിട്ട് വരുന്നത്. ഇനി സസ്നേഹത്തെ നമുക്ക് എങ്ങനെ വിഗ്രഹിക്കാം? സ്നേഹത്തോടെ. അപ്പോൾ സ്നേഹം എന്ന് പറയുന്ന വാക്കാണ് അവിടെ പൂർവ്വപദമായിട്ട് വരുന്നത്. ഇനി തൽപുരുഷം എന്താണെന്ന് നോക്കാം. ഉത്തരപദത്തിൻ്റെ പദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്? പൂർവ്വപദത്തിൻ്റെ ഇതിന് പ്രാധാന്യമാണ് അഫ്രീഫാവനെങ്കിൽ തൽപുരുഷൻ എന്ന് പറഞ്ഞ ഉത്തരപദത്തിന് പ്രാധാന്യമാണ്. പൂവിൻ്റെ മണം. അപ്പോൾ അവിടെ ഏതാണ് ഉത്തരപദം എന്ന് പറഞ്ഞാൽ? മണം എന്ന് പറയുന്ന വാക്കാണ് ഉത്തരപദം. ഇപ്പോൾ നദിയുടെ കരയ്ക്കാണ് അവിടെ പ്രാധാന്യം. ദേശസ്നേഹം, ദേശത്തോടുള്ള സ്നേഹം. അവിടെ സ്നേഹം എന്ന പദത്തിനാണ് പ്രാധാന്യം. അതായത് ഉത്തരപദത്തിനാണ് അവിടെ പ്രാധാന്യമായിട്ട് വരുന്നത്. ഇനി ഇവിടെ എന്താണ് അടുത്താണ് പ്രതിഗ്രാഹിക തൽപുരുഷം എന്ന് പറയുന്നത്. പ്രത്യായം വരുന്നതാണ് ഇത് പ്രതിഗ്രാഹിക തൽപുരുഷം. അതായത് കോഴിയെ വളർത്തൽ. കോഴി വളർത്തൽ നമുക്ക് എങ്ങനെ വിഗ്രഹിക്കാം? കോഴിയെ വളർത്തൽ. പാക്കുവെട്ടി, പാക്കിനെ വെട്ടുന്നത്. അപ്പം വരുവാണല്ലേ അവിടെ. കോഴി വളർത്തൽ എങ്ങനെ വിഗ്രഹിക്കാം? കോഴിയെ വളർത്തലാണ്. വളർത്തൽ. അപ്പം എന്നൊരു വാക്ക് വരുന്നു. ഇനി പാക്കുവെട്ടി, പാക്കിനെ വെട്ടുന്നത്. അവിടെ കയറി വന്നല്ലേ. ഇനി മൺകോരി, മണ്ണിനെ കോരുന്നത്. ഇവിടെ എന്തായിട്ട് വരുന്നോടെ? എന്ന് പറയുന്നൊരു വാക്ക് വരുന്നു. ഇനി രാജ്യസ്നേഹം, രാജ്യഭരണം. എന്നൊക്കെ എങ്ങനെ വിഗ്രഹിക്കാം? രാജ്യഭരണം, രാജ്യത്തെ ഭരിക്കുന്നത്. അപ്പോൾ രാജ്യത്തെ എന്ന് കയറി വാക്ക് വരും. അപ്പോൾ എന്നൊരു പ്രത്യായം വരുന്നതാണ് ഏത്? പ്രതിഗ്രാഹിക തൽപുരുഷം എന്ന് പറയുന്നത്. ഇനി അതുപോലെ വരുന്നതാണ് ബഹുവീഹി സമാസം. വിഗ്രഹിക്കുമ്പോൾ അന്യപദത്തിന് പ്രാധാന്യം. വരുന്നതാണ് ഏത്? ബഹുവീഹി സമാസം എന്ന് വിളിക്കുന്നത്. അതായത് കാർമേഘവർണ്ണൻ എങ്ങനെ വിഗ്രഹിക്കാം? മേഘത്തിൻ്റെ നിറമുള്ളവൻ. എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ വേറൊരാളെയാണ് ഉദ്ദേശിക്കുന്നത്. ആരാണ് മേഘത്തിൻ്റെ നിറമുള്ളവൻ എന്ന് അർത്ഥം വരുന്നത്? ശ്രീകൃഷ്ണനാണല്ലേ. അപ്പോൾ വിഗ്രഹിക്കുമ്പോൾ അവിടെ ഒന്നുമില്ലാത്ത മറ്റൊരു പദത്തിന് പ്രാധാന്യം വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ
ബഹുവീഹി സമാസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് മേഘവർണ്ണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘത്തിൻ്റെ നിറമുള്ളവൻ എന്നാണ് അർത്ഥം. മേഘത്തിന് നിറമുള്ളവൻ ആരാണ്? കൃഷ്ണനാണ് മേഘത്തിന് നിറമുള്ളവൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ എന്ന വ്യക്തിക്ക്, അതായത് അവിടെ പരാമർശിച്ചിട്ടില്ലാത്ത മറ്റൊരു പദമായ കൃഷ്ണനാണ് അവിടെ പ്രാധാന്യം. അതുപോലെ നീലകണ്ഠൻ എന്ന് പറയുന്നത് നീലയായ കണ്ഠമുള്ളവൻ എന്നാണ് നീലകണ്ഠൻ അർത്ഥം. നീലയായ കണ്ഠമുള്ളവൻ ആരാണ്? ശിവനാണ്. അവിടെ ശിവനെ പരാമർശിച്ചിട്ടുണ്ടോ? ഇല്ല. മറ്റൊരു പദം ശിവൻ അവിടെ വന്നു ചേരുകയാണ് വിഗ്രഹിക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു അന്യപദത്തിന് എക്സാമ്പിളാണ് ഏത്? ബഹുവീഹി സമാസം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് സംയോജിക തൽപുരുഷം. എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഓട് എന്നാണ്. ഓട് എന്നൊരു പദം വരികയാണെങ്കിൽ അത് സംയോജിക തൽപുരുഷമാണ്. അതായത് ദേശസ്നേഹം, ദേശത്തോടുള്ള സ്നേഹം, ഓട് എന്നൊരു വാക്കോടെ വരികയല്ലേ. ഇനി അതുപോലെ മദ്യാസക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്യത്തോടുള്ള ആസക്തി എന്നാണ്. മദ്യത്തോട്, ഓട് അങ്ങനെ ഒരു വാക്കോടെ കയറി വരികയാണ്. വിഗ്രഹിക്കുമ്പോൾ അങ്ങനെ ഒരു വാക്ക് കയറി വരും. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? ഈ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ചോദിക്കുകയാണ് നീലക്കുറിഞ്ഞി എന്ന സമാസം ഏത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് വിഗ്രഹിച്ച് എഴുതി നോക്കണം. ഇവിടെ വാക്കുകൾ ചോദിക്കുകയാണെങ്കിൽ ഇതിനകത്ത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നത് എന്താണ്? ഇപ്പോൾ തീവണ്ടി എന്ന പദം വിഗ്രഹിക്കുമ്പോൾ എന്തെന്ന് വരും എന്ന് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചോദിക്കാം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് തരത്തിലുള്ള സമാസമാണ് എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതൊന്ന് വിഗ്രഹിച്ച് എഴുതി നോക്കണം. എന്നിട്ട് അതിനകത്ത് എന്ത് പ്രത്യേകതയാണ് ഉള്ളതെന്ന് നമ്മൾ നോക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അപ്പോൾ നമ്മൾ സംയോജികത പറഞ്ഞില്ലേ. ഇനി ഉദ്ദേശിക തൽപുരുഷം ക്ക് ന എന്നിവയാണ് വിഭക്തി വരുന്നത്. ക്ക് ന എന്നീ വിഭക്തി വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉദ്ദേശിക തൽപുരുഷം എന്ന് വിളിക്കുന്നത്. അതായത് പൃഥുതർപ്പണം, പൃഥുക്കൾക്ക് ദർപ്പണം. അപ്പോൾ ഇവിടെ എന്താണ്? പൃഥുക്കൾക്ക് എന്നൊരു വാക്ക് കയറിയവരാണ്. അതുപോലെ തന്നെ നയനാകർഷണം, നയനത്തിന് ആകർഷണമാകുന്നത് ന എന്നൊരു വാക്ക് അവിടെ കയറി വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇനി പ്രയോജിക തൽപുരുഷം എന്ന് പറഞ്ഞാൽ ആൽ എന്നൊരു വാക്ക് വരും കേട്ടോ. അതായത് സ്വർണ്ണത്താലുള്ള താലം. അതുപോലെ പൂപ്പന്തൽ, പൂവാൽ തീർത്ത പന്തൽ. അപ്പോൾ പൂപ്പന്തൽ എന്താണ്? പൂവാൽ തീർത്ത പന്തൽ. അപ്പോൾ ആൽ വരികയാണ്. ആൽ എന്നൊരു വാക്ക് കയറി വരികയാണ്. സ്വർണ്ണത്താലം, സ്വർണം കൊണ്ടുണ്ടാക്കിയ പോലത്തെ താലം എന്ന് പറയുമ്പോൾ എന്താണ്? സ്വർണ്ണത്താലുള്ള താലം, ആൽ എന്നൊരു വാക്ക് അവിടെ വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഗ്രാമർ പോർഷനിൽ നോക്കി പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഗ്രാമറിൻ്റെ പോർഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതനുസരിച്ച് ഞാൻ വീഡിയോ ക്ലാസ് ഒരെണ്ണം കൂടി എടുത്ത് തരാം കേട്ടോ. ഗ്രാമറിൻ്റെ കുറച്ച് പോർഷനോടെ ബാക്കിയുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഈ ഒരു ഗ്രാമർ പോർഷൻസ് ഇനിയും വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അടുത്ത ഗ്രാമർ പോർഷൻ്റെ ക്ലാസ്സും കൂടി എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.